ഇവിടെ UAE പുകഴ്ത്തിക്കൊണ്ടൊരു ഗാനം പാടുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഈ നാട് പ്രവാസികളെ ചേർത്തു പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിലും കരുതലായി ഈ ഒരു രാഷ്ട്രം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് എന്ന്, സുരക്ഷ നൽകിയിട്ടുണ്ട്, തൊഴിൽ നൽകിയിട്ടുണ്ട്, മാന്യത നൽകിയിട്ടുണ്ട് എന്നൊക്കെ ആ രാഷ്ട്രങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അവർ സംസാരിക്കുകയാണ്. ശരി, ഇതൊക്കെ സത്യസന്ധമായി നിങ്ങൾ പറഞ്ഞതാണ് എങ്കിൽ ആ രാജ്യത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും തിരിയുമ്പോൾ എന്തുകൊണ്ട് അതേ ശബ്ദത്തിൽ പ്രതികരിക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ ചാനലിനോ സാധിക്കുന്നില്ല? 2026 മാർച്ച് 1 GCC രാഷ്ട്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ തീർത്തും അസാധാരണമായ ഒരു യോഗം നടന്നിട്ട് ആ യോഗത്തിലൂടെ UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈത്ത് ഈ രാഷ്ട്രങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി ഈ രാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടുണ്ട്. മാർച്ച് 5 GCCയും യൂറോപ്യൻ യൂണിയനും സംയുക്ത പ്രസ്താവന നടത്തി. അതിലൂടെ ഇറാനിൻ്റെ GCC ആക്രമണത്തെ അൺജസ്റ്റിഫയബിൾ ഇറാനിയൻ അറ്റാക്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, പശ്ചിമേഷ്യയിൽ ഈ ഒരു കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ GCC രാജ്യങ്ങൾ തങ്ങളുടെ ഭൂപ്രദേശം ഇറാനിനെതിരായ ആക്രമണത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് എത്രയോ തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും US-ൻ്റെ ബേസുകൾ അവിടെയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുകയായിരുന്നു. ആ ആക്രമണത്തെ മുഴുവൻ ഒരു ഭാഗത്തിരുന്ന് ന്യായീകരിക്കുന്ന ആളുകളാണ് ഇന്ന് സലാം യാ ഇമാറത്ത് എന്ന ഗാനം അവരുടെ ചാനലിലൂടെ പ്രസരിപ്പിക്കുന്നത്. ധീരരായി അജയ്